ഹായ്, എല്ലാവർക്കും നമസ്കാരം. റീഗൽ ആക്മി കോളേജിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾക്ക് ഉള്ള മെയിൻ പേപ്പറാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നൊരു പേപ്പർ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 1-ൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 1-ൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ്. കൃത്യമായിട്ടും വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരു എസ്സേയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. ചാപ്റ്റർ 1. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ പ്രിൻസിപ്പിൾസും ആക്ടിവിറ്റീസും ആൻഡ് ക്ലാസിഫിക്കേഷൻസും. ഓക്കെ, പ്രിൻസിപ്പിൾസ്, ആക്ടിവിറ്റീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ്. ഉറപ്പായിട്ടും എല്ലാ സ്ഥാപനങ്ങളിലും ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തന്നെ ഒരു കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കാം, ശരിയല്ലേ? അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് സാധാരണ ആൾക്കാർ പറയും എത്തിക്സ് ഇല്ലാണ്ട് പ്രവർത്തിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥാപനം കൃത്യമായിട്ടും അവരൊരു കൃത്യമായിട്ട് ഒരു പ്രിൻസിപ്പിൾസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ലോജിസ്റ്റിക് കമ്പനികളുടെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കറിയാം. ചില സ്ഥാപനങ്ങൾ പറയും ഓക്കെ ഞങ്ങളുടെ സ്ഥാപനം കൃത്യമായിട്ട് ജനങ്ങളെ പറ്റിക്കത്തില്ല, ഞങ്ങൾക്കൊരു ഫിക്സ് ചെയ്തിട്ടുള്ള ടാരിഫ് ഉണ്ട്. ഈ രണ്ട് കാര്യവും മിക്കവാറും സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അതിൽ ഇൻ അഡീഷൻ ആയിട്ട് ഈ ലോജിസ്റ്റിക് കമ്പനികൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അവർ ചെയ്യുന്നു. അതിൽ നമ്പർ 1 നമുക്ക് പറയാം, ഒരു എസ്സേ ചോദിക്കുമ്പോൾ ഒരു ലോജിസ്റ്റിക് കമ്പനികളുടെ പ്രിൻസിപ്പിൾസും അതിന്റെ ആക്ടിവിറ്റീസും ക്ലാസിഫിക്കേഷനും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് നോട്ട് ചെയ്യാം. അപ്പോൾ പ്രിൻസിപ്പിൾസിന്റെ ഫസ്റ്റ് പോയിന്റ് റൈറ്റ് മെറ്റീരിയൽ ആൻഡ് റൈറ്റ് പ്രോഡക്ട്സ്. അതായത് ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, അവർ ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിനോട് കൂടി അവരെന്ത് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതവരുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ്. ഓക്കെ, റൈറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മെറ്റീരിയൽ. കൃത്യമായിട്ട് ഒരു സാധനം എത്തിക്കുമ്പോൾ എന്താ ഇപ്പൊ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ക്വാളിറ്റി അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ എന്ത് ചെയ്യത്തില്ല, അത് ആ അരി തന്നെ പക്ഷെ സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ അങ്ങനെയൊന്നും കൊടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തില്ല, സമ്മതിക്കത്തില്ല. സെയിം ടൈം റൈറ്റ് മെറ്റീരിയൽ റൈറ്റ് പ്രോഡക്റ്റ്. ഒരാൾ ഒരു പ്രോഡക്റ്റ് എത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് തന്നെ കറക്റ്റ് കസ്റ്റമറിന്റെ കയ്യിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ. ദാറ്റ്സ് നമ്പർ 1. സെക്കൻഡ് പോയിന്റ് റൈറ്റ് ക്വാണ്ടിറ്റി. ഒരു കമ്പനിയിൽ കുറച്ച് സാധനങ്ങളായിട്ട് ഒരാൾ എത്തിയെന്ന് വെച്ചോളുക. ആ സാധനം എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യത്തില്ല, അതിൻ്റെയും അളവിൽ എന്തെങ്കിലും ഒരു കൈമോശം വരികയോ അല്ലെങ്കിൽ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, അവർ ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല. കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, അതാത് കിട്ടിയ അതേ ക്വാണ്ടിറ്റി തന്നെ കസ്റ്റമറിലോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കും. ഇതിനിടയിൽ ജസ്റ്റ് വേറെ ഒരു പ്രശ്നങ്ങൾക്കും അവരെന്ത് ചെയ്യത്തില്ല, അതിനുള്ള വഴി വയ്ക്കത്തില്ല. അതൊരു പ്രിൻസിപ്പിൾസിലായിട്ടാണ് അവർ ലോജിസ്റ്റിക് കമ്പനികൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്ത് പോകുന്നത്. ക്ലിയർ? അപ്പോൾ റൈറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ റൈറ്റ് പ്രോഡക്റ്റ് നമ്പർ 1. രണ്ടാമത്തത് റൈറ്റ് ക്വാണ്ടിറ്റി, അളവിൽ വ്യത്യാസം പെടത്തില്ല, അല്ലെ? ഉദാഹരണം, സപ്പോസ് ഇപ്പം നമ്മൾ ഒരു വാഹനം ബാംഗ്ലൂരിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലോട്ട് അരിയാണെന്ന് വെക്കാം, കൊണ്ടുവരികയാണ് ആ വണ്ടിയിൽ. അപ്പോൾ ആ വെഹിക്കിളിനകത്ത് യാത്ര ഇൻ ബിറ്റ്വീൻ രാജസ്ഥാൻ കേരള ഇതിനിടയിൽ വന്നിട്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല, അല്ലേ? ഈ അരിയാണെന്നുണ്ടെങ്കിൽ അരിയുടെ അളവിൽ അല്പം പോലും വ്യത്യാസം വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഒരു കമ്പനിക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഒരു ഹോൾസെയിൽ ഡീലറിന് എന്ത് ചെയ്യാം, അവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് ഈ വാഹനത്തിൽ സാധനം കയറ്റി കേരളത്തിലോട്ട് അയക്കാം. യാതൊരു ടെൻഷനും വേണ്ടി വരില്ല. അവരുടെ പ്രിൻസിപ്പിൾസ് അങ്ങനെ വിശ്വസ്തരായ ലോജിസ്റ്റിക് കമ്പനി ആണെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സ് അവരെന്ത് ചെയ്യും, ആ സ്ഥാപനത്തിനെ അവർ ഫോളോ ചെയ്യും. അവരുടെ തന്നെ ക്ലയന്റ് ആയിട്ടിരിക്കും, മാറിപ്പോവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്പർ 2 റൈറ്റ് ക്വാണ്ടിറ്റി. ദെൻ നമ്പർ 3 റൈറ്റ് കണ്ടീഷൻ. The right quality of the product service to be made available that the clients request. Yes, അതായത് റൈറ്റ് കണ്ടീഷനിൽ കസ്റ്റമർ എന്താണോ അവര് പ്രതീക്ഷിച്ചത്, ഏത് രീതിയിലാണ് അവരുടെ സാധനം ഇരിക്കണം എന്ന് ആഗ്രഹിച്ചത്, അല്ല എങ്കിൽ ഏത് രീതിയിലാണോ ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഹോൾസെയിലർ ഈ ലോജിസ്റ്റിക് കമ്പനിയിൽ സാധനം എത്തിച്ചത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം, കസ്റ്റമറിലോട്ടും എത്തിച്ചു കൊടുക്കണം എന്നതൊരു മെയിൻ പ്രിൻസിപ്പിളാണ്. മനസ്സിലായോ? സപ്പോസ് ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് യാത്രാമധ്യേ ഭയങ്കരമായിട്ടുള്ള
ബുദ്ധിമുട്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കയറ്റി ഇറക്കുന്നതിലുള്ള കൈമോശം വന്നത് കാരണത്താൽ ആ സാധനങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് തന്നെ ഓരോ കസ്റ്റമറിന്റെയും പ്രോഡക്ട്സ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, സൂക്ഷിച്ച് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? റൈറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ റൈറ്റ് പ്രോഡക്റ്റ്. രണ്ടാമത്തത് റൈറ്റ് ക്വാണ്ടിറ്റി. ദെൻ തേർഡ് വൺ റൈറ്റ് കണ്ടീഷൻ. ക്ലിയർ? ദെൻ ഫോർത്ത് പോയിന്റ് റൈറ്റ് ടൈം. അതായത് ഒരു സമയത്ത് സപ്പോസ് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു, ഒരു കമ്പനിയിൽ ലോജിസ്റ്റിക് കമ്പനിക്കകത്ത് കുറച്ച് സാധനം തരുന്നു. ഓക്കെ, എൻ്റെ ഈ സാധനം നമ്മൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് എന്ത് ചെയ്യുക, ട്രിവാൻഡ്രത്തോട്ട് എത്തിക്കണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ലോജിസ്റ്റിക് കമ്പനി ആണെന്ന് കരുതുക, നമുക്ക് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ നമ്മൾ കയ്യിൽ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമറിന്റെ അടുത്ത് പറയും, സർ ഇത് നമ്മൾ വിത്തിൻ 2 days അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരു 12 o'clock നിങ്ങളുടെ കറക്റ്റ് കസ്റ്റമറിന്റെ കയ്യിൽ സാധനം എത്തുന്നതായിരിക്കും എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പാലിച്ചേ പറ്റൂ, അല്ലേ? ടാറ്റ് എന്ന് പറയും, ടേൺ അറൗണ്ട് ടൈം. കൃത്യമായിട്ടും ഒരു ബിസിനസ് സ്ഥാപനം ടാറ്റ് ഫോളോ ചെയ്യുന്ന സ്ഥാപനം തന്നെ ആയിരിക്കണം. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം, അതായത് ഒരിടത്തു നിന്ന് പുറപ്പെട്ട് കൃത്യസമയത്ത് എന്ത് ചെയ്യുന്നു, ഇത് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന ഒരു രീതിയാണ് ടാറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഓൾമോസ്റ്റ് എല്ലാ ട്രാവൽ ഏജൻസികളും അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികളും ടാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ റൈറ്റ് ടൈം. ഒരു പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കസ്റ്റമറിന് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തിന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും എന്നുള്ളത് ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ? ഒരിക്കലും റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? റൈറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മെറ്റീരിയൽ. ദെൻ സെക്കൻഡ് വൺ റൈറ്റ് ക്വാണ്ടിറ്റി. ദെൻ തേർഡ് വൺ റൈറ്റ് കണ്ടീഷൻ. ഫോർത്ത് വൺ റൈറ്റ് ടൈം. ക്ലിയർ? ദെൻ ഫിഫ്ത്ത് വൺ റൈറ്റ് പ്ലേസ്. കൃത്യമായിട്ട് കസ്റ്റമറിന്റെ അടുത്ത് നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ എവിടെയാണോ നമ്മൾ എത്തിക്കാമെന്ന് പറഞ്ഞത് ആ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിക്കണം. അല്ലാണ്ട് വഴിയിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, കസ്റ്റമറെ വിളിച്ചിട്ട് ഓക്കെ നിങ്ങളുടെ പാഴ്സൽ വന്ന് നിൽക്കുവാണ്, വന്ന് കളക്ട് ചെയ്തോണം എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു ഏർപ്പാടാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ റൈറ്റ് പ്ലേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ചില ലോജിസ്റ്റിക് കമ്പനികൾ വലിയ വെഹിക്കിൾ ആയിരിക്കും അവർ വരിക. ചിലപ്പോൾ റിംഗ് റോഡ്സിലൊന്നും അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ആദ്യം ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലോജിസ്റ്റിക് കമ്പനി ആണെങ്കിൽ നമ്മളത് അറിഞ്ഞിട്ടുണ്ടാവണം. ക്ലിയർ? ഇന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വെഹിക്കിള് ആക്സസ് ഉണ്ടോ ഇല്ലയോ വേണ്ടേ? അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ആ ഓർഡർ എടുക്കാൻ. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എവിടം വരെയാണ് നമ്മുടെ വണ്ടിക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത് ആ വെഹിക്കിളിന്റെ ആ പ്ലേസ് വരെ നമ്മൾ ഒരു വെഹിക്കിളിൽ യൂസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമുക്ക് വേറെ വെഹിക്കിൾ നമുക്ക് ആശ്രയിച്ച് പോവേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബുക്കിംഗ് സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മളെ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ? അപ്പോൾ ഒരിക്കലും നമ്മുടെ കസ്റ്റമറിന് വേണ്ട പ്രോഡക്റ്റ് വഴിയിൽ കൊടുത്തിട്ട് പോകാൻ വേണ്ടി പാടില്ല. എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ സ്ഥലത്ത് തന്നെ അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കണം. ക്ലിയർ? നെക്സ്റ്റ് വൺ റൈറ്റ് കോസ്റ്റ്. സിക്സ്ത് പ്രിൻസിപ്പിൾ ആണ് റൈറ്റ് കോസ്റ്റ്. റൈറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചില സ്ഥാപനങ്ങളുണ്ട് അൺനെസസറി ആയിട്ട് നമ്മൾ സാധനം എത്താറാവുമ്പോൾ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സ്ട്രാ പൈസ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, ഞങ്ങൾ ഇന്ന പ്രോഡക്റ്റ് ഇവിടെ വരെ എത്തിക്കുന്നതാ പറഞ്ഞത്, അൺലോഡിങ് പറഞ്ഞിട്ടില്ല, ലോഡിങ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമറിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ? അപ്പോൾ ആ ലെവലിൽ ആവാൻ വേണ്ടി ഒരു സ്ഥാപനവും എന്ത് ചെയ്യരുത്, പാടില്ല എന്നുള്ളതാണ്. ലോജിസ്റ്റിക് കമ്പനികൾ സാധാരണ ആ ഒരു പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ആദ്യം ബുക്കിംഗ് വരുന്ന സമയത്ത് തന്നെ എടുക്കുന്ന കോസ്റ്റ് തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, കസ്റ്റമറെ നിന്ന് ഡെലിവറി ചെയ്യുന്ന സമയത്തും സാധനങ്ങൾ മേടിക്കുക. ക്ലിയർ? അതൊരു മെയിൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് റിവൈസ് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനികളുടെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, റൈറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ റൈറ്റ് പ്രോഡക്റ്റ്, ദെൻ സെക്കൻഡ് വൺ റൈറ്റ് ക്വാണ്ടിറ്റി, ദെൻ റൈറ്റ് കണ്ടീഷൻ, ദെൻ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് കോസ്റ്റ്. ക്ലിയർ? മറന്നു പോകരുത്. ദെൻ ലാസ്റ്റ് വൺ റൈറ്റ് കസ്റ്റമർ. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ അല്ലാണ്ട് കസ്റ്റമറായിട്ട് അറിയാത്ത ഒരാൾക്കോ നമ്മൾ സാധനം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് പോന്നു കഴിഞ്ഞാൽ അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണോ ഫോളോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ അവര് ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യും. ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്ന ആള് തന്നെ സാധനം റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഓർഡർ ടൈമിൽ ബുക്കിംഗ് ടൈമിൽ പറയുന്നുണ്ടാവും.
കൃത്യമായിട്ട് അയാൾ തന്നെ എന്ത് ചെയ്യണം, വന്ന് സാധനം കളക്ട് ചെയ്യണം. ഓക്കെ, ഇല്ല എങ്കിൽ അയാളുടെ ഒരു കൺസെന്റ് മേടിച്ചിട്ട് എന്ത് ചെയ്യണം, വേറൊരു പാർട്ടിക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും, നോ ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, അത് കസ്റ്റമറായിട്ട് കൺഫേം ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൈമാറേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് ഏകദേശം ഇത്രയാണ് ഒരു ലോജിസ്റ്റിക് കമ്പനി അവർ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ്. ക്ലിയർ? അപ്പോൾ ഇത് എക്സാമിന് വന്നാൽ കൃത്യമായിട്ട് എഴുതുക. എക്സാമിന് വരാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് വീഡിയോ ചാപ്റ്റർ 1 പാർട്ട് 1 എടുത്തതിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നു, എന്താണ് ലോജിസ്റ്റിക്സ് എന്ന്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ മെയിൻ ആയിട്ട് നമ്മൾ അതിനകത്ത് കാണിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തതിന് ശേഷം താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാ പ്രോഡക്ട്സും, ഈ സപ്പോസ് ഇപ്പോൾ ഒരു 6-7 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 7 പ്രിൻസിപ്പിൾസും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കണം. ക്ലിയർ? മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ ഇടുക. കൃത്യമായിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കോളേജിന്റെ സീനിയർ സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ആ ചാനലിനകത്ത് കാണും. അവരെ വിളിക്കുക. കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. ക്ലിയർ? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇതിൽ തന്നെ നമ്മൾ കീ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ദെൻ ആക്ടിവിറ്റീസ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു ലോജിസ്റ്റിക് കമ്പനിക്കകത്ത് സാധാരണ നടക്കുന്നത്. ക്ലിയർ? അതിനകത്ത് നമ്പർ 1 അതിലും കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഓർഡർ പ്രോസസ്സിംഗ്. ഓർഡർ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ എടുക്കുക, അല്ലെ? ഓർഡർ എടുക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. കുറെ കാര്യങ്ങൾ കസ്റ്റമറെ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, നമുക്ക് ഓർഡർ തന്ന ആളിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി കോൺടാക്ട് നമ്പർ വേണം. ദെൻ മെയിൽ ത്രൂ എന്തെങ്കിലും കൺഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡി മേടിക്കുന്നുണ്ടാവും. ദെൻ കൃത്യമായിട്ടും അവിടെ നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എവിടെയാണോ നമ്മൾ സാധനം ഡെലിവറി ചെയ്യേണ്ടത് അവിടെ അഡ്രസ്സ് മെയിൻ ആയിട്ട് വേണം, അല്ലെ? അതിന് അഡ്രസ്സ്, ചിലപ്പോൾ അതിന്റെ ഒരു പ്രൂഫ് നമ്മൾ മേടിക്കണം. എല്ലാത്തിനും വിത്ത് പ്രൂഫ് ആയിരിക്കും സാധാരണ ഓർഡർ പ്രോസസ്സിങ്ങിൽ നമ്മൾ ചെയ്യുക. ക്ലിയർ? അതായത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെ? KYC ചെക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അയാൾ ഇവിടെ ഉള്ള ആൾ തന്നെയാണോ, ഈ പറയുന്ന ആൾ തന്നെയാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും? ബേസ്ഡ് ഓൺ ഹിസ് ഓർ ഹെർ ഐഡന്റിറ്റി, അല്ലെ? അത് നമുക്ക് ഐഡന്റിറ്റി എങ്ങനെ റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റും? ഏതെങ്കിലും ജസ്റ്റ് വോട്ടേഴ്സ് ഐഡിയോ ആധാറോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്കത് ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഓർഡർ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് ഉറപ്പായിട്ടും ഫ്രണ്ട് ലൈനിലുള്ള എക്സിക്യൂട്ടീവ്സ്, സ്റ്റാഫുകൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, കറക്റ്റ് ടൈമിൽ, കറക്റ്റ് ക്വാണ്ടിറ്റി, അല്ലേ, കറക്റ്റ് മെറ്റീരിയൽ, കണ്ടീഷൻ, ഇതെല്ലാം ഫോളോ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, ആ കസ്റ്റമറിന് സർവീസ് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്പർ 1 ആക്ടിവിറ്റി എന്താ? ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ക്ലിയർ? ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് സർവീസ് ഉണ്ടാവത്തില്ല. കസ്റ്റമർ വരുമ്പോൾ തന്നെ ഒരു രീതിയിൽ നമ്മൾ ആ ഓർഡർ നഷ്ടപ്പെട്ടു പോവാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, എന്തെങ്കിലും കള്ളത്തനങ്ങൾ പറഞ്ഞ് നമുക്ക് എടുക്കാൻ വേണ്ടി പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ എടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, അവരെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, ദെൻ ഓർഡർ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓർഡർ പ്രോസസ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ടും KYC ചെക്ക് ചെയ്യണം അതിനകത്ത്. ദെൻ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് നമുക്ക് എഴുതിയെടുക്കണം. എന്ത് ചെയ്യണം? ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമുക്ക് തരുന്ന അഡ്രസ്സിന്, ദെൻ കോൺടാക്ട് ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇതൊക്കെ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കണം. ഇതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. ക്ലിയർ? നമ്പർ 2, പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് എന്തുവാ? എവിടെ നിന്ന് ഒന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ ജസ്റ്റ് എവിടെ നിന്ന് കളക്ട് ചെയ്യുക എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. പ്രൊക്യൂർ ചെയ്യുക, അല്ലെ? വേറൊരാൾക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് അയാൾക്ക് കൊടുക്കുക. ക്ലിയർ? പ്രൊക്യൂർമെന്റ് ഇതൊരു അതർ ആക്ടിവിറ്റിയാണ്. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഒബ്റ്റെയിനിങ് മെറ്റീരിയൽ ഫ്രം ഔട്ട്സൈഡ് സപ്ലയേഴ്സ്. പുറമെ പ്രവർത്തിക്കുന്ന സപ്ലയേഴ്സ്, സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനം എടുക്കുന്നു. ദെൻ ഇൻക്ലൂഡ്സ് സപ്ലൈ സോഴ്സിംഗ്, നെഗോസിയേഷൻ, അതിനകത്ത് അതൊക്കെ പറയുന്നുണ്ട്. ഓർഡർ പ്ലേസ്മെന്റ്, ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും എന്ന് പറയായിരുന്നു. മെയിനായിട്ട് എന്താ പ്രൊക്യൂർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്റ്റെയിനിങ് മെറ്റീരിയൽ ഫ്രം ഔട്ട്സൈഡ് സപ്ലയേഴ്സ്. നമ്മളുടെ കസ്റ്റമറിന്, ജസ്റ്റ് ഉദാഹരണത്തിന് നമ്മളൊരു ലോജിസ്റ്റിക് കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്, കേരളത്തിലൊരു കസ്റ്റമർ ഉണ്ട്. അയാൾ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുക, ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പനിയിൽ നിന്നും ഇത്രയും ക്വാണ്ടിറ്റി മെറ്റീരിയൽ എനിക്ക് ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു നല്ലൊരു ലോജിസ്റ്റിക് കമ്പനി ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, കൃത്യമായിട്ടും ആ സപ്ലയറിനെ വിളിക്കുകയും ചെയ്യും. വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഞങ്ങൾക്ക് തരാൻ സാധിക്കും, നമ്മളെ ക്ലയന്റിന് റിക്വയർമെന്റ് ഉണ്ട് എന്ന് നമുക്ക് അവരെ അവതരിപ്പിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് സാധനങ്ങൾ നമ്മുടെ വെയർ ഹൗസിലോട്ട് നമ്മൾ വരുത്തിച്ചതിന് ശേഷം ലോജിസ്റ്റിക് കമ്പനി എന്ത് ചെയ്യും, നമുക്ക്
സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊക്യൂർമെന്റ്. കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലയറിൽ നിന്ന് സാധനം എത്തിച്ച് നമ്മുടെ വെയർ ഹൗസിൽ വരുത്തിയിട്ട് നമ്മുടെ വാഹനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ കസ്റ്റമറിന്റെ പോയിന്റിൽ കൊടുക്കുന്നു. ക്ലിയർ? ദാറ്റ് ഈസ് അനദർ ആക്ടിവിറ്റി, പ്രൊക്യൂർമെന്റ്. നമ്പർ 3, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. വൺസ് ഈ നമ്മൾ പ്രൊക്യൂർ ചെയ്ത സാധനങ്ങൾ നമ്മുടെ ഗോഡൌണിനകത്തോ വെയർ ഹൗസിനകത്തോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് വളരെ ശ്രദ്ധാപൂർവമാണ് സാധാരണ എല്ലാ ലോജിസ്റ്റിക് കമ്പനികളും അവിടെ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ ഗോഡൌണിനകത്ത് വരുന്ന സാധനങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്കറിയാം ചിലത് റിസ്ക് ഫാക്ടർ ഉള്ള സാധനങ്ങളായിരിക്കാം, പൊട്ടാൻ സാധ്യതയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഡാമേജ് വരാൻ സാധ്യത ഉള്ളതായിരിക്കാം. ആ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും, വളരെ കെയർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവര് ആ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സാധാരണ ഒരിക്കലും ഹ്യൂമൻസിന് എടുത്തുകൊണ്ട് പോകാൻ കുറച്ച് പ്രയാസമുള്ള മെറ്റീരിയൽസ് ആയിരിക്കും സാധാരണ ഈ ലോജിസ്റ്റിക് കമ്പനികളിൽ ഹാൻഡിൽ ചെയ്യുന്നത്, അതുവഴി ഹാൻഡിൽ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ഭാരം ഏറിയത് ആണ് ഏകദേശം ഒരു 99% സാധനങ്ങൾ. അപ്പോൾ മെഷീൻസിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, ആ പ്രോഡക്ട്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വെയർ ഹൗസിനകത്താണെങ്കിലും നമ്മൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ചില കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ നമ്മള് ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എനിക്കറിയാം ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതിൽ ലോഡിംഗ് ആണോ, ലോഡിംഗ് അൺലോഡിംഗ് വർക്കാണോ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്? അല്ല, നമ്മൾ ഇതിനകത്ത് കുറെ ആക്ടിവിറ്റീസ് പഠിക്കുന്നുണ്ട് അല്ലെ. ഈ ആക്ടിവിറ്റീസിന്റെ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് കുട്ടികൾക്ക് അതിനകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് തേർഡ് വൺ എന്തുവാ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. വളരെ ശ്രദ്ധാപൂർവം നമുക്ക് എന്ത് ചെയ്യണം, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സഹായിക്കണം. മെഷീൻസ് ത്രൂ ആയിരിക്കും മിക്കവാറും 99% വെയർ ഹൗസസിനകത്ത് എന്ത് ചെയ്യാം, മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ആക്ടിവിറ്റീസ് നമ്പർ 1 ഓർഡർ പ്രോസസ്സിംഗ് ആണ്. നമ്പർ 2 പ്രൊക്യൂർമെന്റ്. ദെൻ ആ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത സാധനങ്ങളെ എന്ത് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്ന രീതി. ഓക്കെ, അത് മൂന്നാമത്തെ ആക്ടിവിറ്റി ആണ്. ദെൻ ഫോർത്ത് വൺ വെയർ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ എന്താ, വെയർ ഹൗസ് സാധനങ്ങളെല്ലാം നമ്മൾ ആ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലമാണ് വെയർ ഹൗസ്. ഈ വെയർ ഹൗസിനകത്ത് കോൾഡ് സ്റ്റോറേജ് നമുക്ക് കാണാം, നോർമൽ സ്റ്റോറേജും ഉണ്ടാവാം അല്ലെ. ഈ കോൾഡ് സ്റ്റോറേജ് നമുക്കറിയാം സാധനം നശിച്ചു പോവാൻ സാധ്യതയുള്ള സാധനങ്ങളാണെങ്കിൽ ആ വെയർ ഹൗസിനകത്ത് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഉള്ള എല്ലാ ഫെസിലിറ്റീസും അതിനകത്ത് ഉണ്ടാവും വെയർ ഹൗസിങ്ങിനകത്ത്. ഇതിനകത്ത് ഒരേ ഒരു കാര്യങ്ങളാണ് നമുക്ക് ടോപ്പിക്കിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്, എങ്ങനെ വെയർ ഹൗസ് നമ്മൾ ക്രമീകരിക്കും, വെയർ ഹൗസിൽ എങ്ങനെ മെറ്റീരിയൽസിനെ ക്രമീകരിക്കും. നോർമലി വെയർ ഹൗസിനകത്ത് സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇത് എപ്പോഴും നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങൾ അതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യമായിട്ട് വെയർ ഹൗസിനകത്ത് കയറിയ സാധനം, ആദ്യമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച മെറ്റീരിയൽ ആണെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യണം, ആദ്യം പുറത്തോട്ട് കൊണ്ടുപോകണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും വെയർ ഹൗസിനകത്ത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക, നമ്മുടെ എവിടെയാണോ നമ്മളെ റൂമിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആ എൻട്രൻസിന്റെ സൈഡ് തൊട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാധനത്തെ പ്ലേസ് ചെയ്ത് പോകുന്നത്. ക്ലിയർ? അത് നമ്മൾ മനസ്സിൽ കരുതുക. കൃത്യമായിട്ട് നമ്മൾ പ്രവേശിക്കുന്നു, അതിന്റെ സൈഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ നിന്ന് തൊട്ട് നമ്മളെ മെറ്റീരിയൽസിനെ പ്ലേസ് ചെയ്ത് അകത്തോട്ടായിരിക്കും സാധാരണ പോകുന്നത്. ക്ലിയർ? എന്തിനു വേണ്ടി വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് അറിയാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വൺസ് എല്ലാം ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പുറത്തോട്ട് പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ റൂമിനകത്ത് കയറി ഒത്തിരി ഉള്ളിലിരിക്കുന്ന സാധനം എടുക്കേണ്ടതായിട്ടൊരു സാഹചര്യം കൊടുക്കാൻ വേണ്ടി പാടില്ല. വെയർ ഹൗസിനകത്ത് നമ്മൾ ഡോറിനകത്തോട്ട് ആ വെയർ ഹൗസിനകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത് നമുക്ക് ആദ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് അതിനെ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ? വെയർ ഹൗസിംഗ് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രോസസ് ഒരു കാര്യം എല്ലാ സ്റ്റാഫുകളും ഫോളോ ചെയ്യണം. സെയിം ടൈം എങ്ങനെ പ്ലേസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രൻസ് കയറുമ്പോൾ എൻട്രൻസിന്റെ ബിഗിനിങ് തൊട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ച് അകത്തോട്ട് പോകുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസിൽ വന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഓർഡർ പ്രോസസ്സിംഗ് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സെക്കൻഡ് വൺ പ്രൊക്യൂർമെന്റ് അല്ലേ, വേറൊരു സപ്ലയറിൽ നിന്ന് നമ്മൾ അതിനെ ഒബ്റ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യാം, കൊണ്ടുവന്ന് വെക്കുക. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. നോർമലി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഹ്യൂമൻസിന് സാധാരണ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. മെഷീൻസിന്റെ സഹായത്തോട് കൂടിയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഈ സാധനങ്ങളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്.
ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു പഠിച്ച വെയർ ഹൗസിങ്. വെയർ ഹൗസിംഗിൽ ഗോഡൌണിനകത്ത് നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരിക്കും? മെയിനായിട്ട് എങ്ങനെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ശ്രദ്ധിക്കുക. ദെൻ സെക്കൻഡ് വൺ എങ്ങനെ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് അവരുടെ പൊസിഷൻസ്. ദെൻ നമ്മൾ ഫസ്റ്റിൽ വരുന്ന നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മളെ എൻട്രൻസിന്റെ അടുത്ത് തന്നെ ആയിരിക്കും നമുക്ക് ആദ്യം എടുക്കാൻ വേണ്ടി കണക്കിനായിരിക്കും നമ്മൾ വയ്ക്കുക. അതിനുശേഷമായിരിക്കും ഉള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. കാര്യം ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ അതായത് ഇൻവെന്ററി എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും? വൺസ് വാഹനത്തിൽ നമുക്ക് കേട്ടിക്കഴിഞ്ഞാൽ സാധാരണ ലോജിസ്റ്റിക് കമ്പനികൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? റൈറ്റ് കോസ്റ്റ് അല്ലേ? റൈറ്റ് കോസ്റ്റിൽ എല്ലാ കസ്റ്റമേഴ്സിനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒത്തിരി ദൂരെയുള്ള സാധനം കസ്റ്റമറിന്റെ കയ്യിലോട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം അല്ലേ? അതൊരു ഫാക്ടറാണ് പ്രൈസ്. ക്ലിയർ? അപ്പോൾ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് വായിക്കാം. ഇൻവെന്ററി ദാറ്റ് ഈസ് സ്റ്റോക്ക് അല്ലെ? സ്റ്റോക്കിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഷുഡ് ബി ഇനഫ് ടു മീറ്റ് കസ്റ്റമർ റിക്വയർമെന്റ്സ്. ഉറപ്പായിട്ടും കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് തന്നെ ആയിരിക്കണം ഏത്? ആ സ്റ്റോക്ക്. ആൻഡ് സൈമിൾട്ടേനിയസ്ലി ഇറ്റ് ക്യാരീസ് കോസ്റ്റ് ഷുഡ് ബി ലോവസ്റ്റ്. അതോടൊപ്പം തന്നെ അതിന്റെ കോസ്റ്റ് എങ്ങനെ ആയിരിക്കണം? വളരെ ലോവസ്റ്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഒരു സാധനം കൊണ്ട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ട് അല്ലാത്ത ഒരു പ്രൈസ് ആണ് നമ്മൾ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ട്രബിളിലായി പോകും അല്ലേ? അപ്പോൾ അപ്പോൾ കസ്റ്റമർ ലോജിസ്റ്റിക് കമ്പനികളെ ആശ്രയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കസ്റ്റമേഴ്സിന് ലോജിസ്റ്റിക് കമ്പനി കസ്റ്റമറിന്റെ കയ്യിലോട്ട് സാധനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒത്തിരി സാധനങ്ങളായിരിക്കും ഒരു വാഹനത്തിനകത്ത് വരുന്നത് അല്ലേ? നോർമലി ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഇന്ന ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം അവരുടെ വെഹിക്കിൾ വരും അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും വേണ്ടത്? കൃത്യമായിട്ടും നമ്മൾ ലോജിസ്റ്റിക് കമ്പനി ആണെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരാൻ വേണ്ടി എക്സ്പെൻസ് എല്ലാം ഒന്നായിരിക്കാം അല്ലേ? സാധനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെട്രോൾ എക്സ്പെൻസ് ഉണ്ട് അല്ലെ? ഡ്രൈവറിന്റെ കോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കോസ്റ്റ് ഉണ്ട്, എല്ലാമേ ഉണ്ട്. അപ്പോൾ ആ വാഹനത്തിൽ ഒത്തിരി ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോ കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്ന കോസ്റ്റ് നമുക്ക് കുറച്ച് റീസണബിൾ ആയിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയാ എന്ത് ചെയ്യണത്? ഇൻവെന്ററി കൺട്രോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഒരു മേജർ ആക്ടിവിറ്റി ആണ്. ഓക്കെ, തോന്നും പോലെ ആയിരിക്കും ചെയ്യുക. അതിന് കൃത്യമായിട്ട് ഒരു ടാരിഫ് ഉണ്ടാവും. ആ ടാരിഫിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ലോജിസ്റ്റിക് നമ്മൾ പറഞ്ഞിരുന്നു, ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഏതാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അല്ലെ? ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ ആണെങ്കിൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലോട്ട് പോകുന്നു, അവിടെ നിന്ന് വേറെ സ്ഥലത്തിലോട്ട് പോകുന്നു അല്ലെ? അപ്പോൾ ഇതിന് കൃത്യമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമാണ് അല്ലെ? 4 രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലെ? റോഡുണ്ട്, റെയിലുണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഓക്കെ, ഈ 4 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും? എല്ലാ ലോജിസ്റ്റിക് കമ്പനികളും സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. വളരെ ഭാരമേറിയ സാധനമാണെങ്കിൽ നോർമലി ഉപയോഗിക്കുക ഏത് വഴിയാ? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം അല്ലെ? അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ അത് കരുതുക. ട്രാൻസ്പോർട്ടേഷൻ ഇതിൻ്റെ അകത്തുള്ള മെയിൻ ആക്ടിവിറ്റിയാണ്. ആ ട്രാൻസ്പോർട്ടേഷൻ ഭംഗിയായിട്ട് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? ലോജിസ്റ്റിക് കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നിലനിന്ന് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ വാഹനം അവിഭാജ്യ ഘടകമാണ്. ഡ്രൈവേഴ്സ് അതിൽ നിന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡ്രൈവറെയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ലോജിസ്റ്റിക് കമ്പനികൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അവരുടെ വാഹനത്തിനകത്ത് തന്നെ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, GPS കൺട്രോളിലായിരിക്കാം. ഇതൊക്കെ എന്തിനാ ട്രാൻസ്പോർട്ടേഷൻ ശ്രദ്ധിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിസ്റ്റിക് കമ്പനിക്ക് അറിയാം ഇവരുടെ ആക്ടിവിറ്റിയിൽ വളരെ കീ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ ഇതിൽ എന്തെങ്കിലും പാവപ്പഴ സംഭവിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എല്ലാം കംപ്ലൈന്റ് ആവും അല്ലേ? അപ്പോൾ അതിലോട്ട് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഒരു ലോജിസ്റ്റിക് കമ്പനിയും പോകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി പാക്കേജിങ്. ഓക്കെ, അതും വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയാണ്. ഇതെല്ലാം നമ്മൾ ഈ പഠിപ്പിക്കുന്നത് എല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇതിവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് ഇതിനകത്തെല്ലാം. ക്ലിയർ? പാക്കേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം ഒരു ലോജിസ്റ്റിക് കമ്പനിക്കകത്ത് വരുന്ന ഗുഡ്സ് ഐറ്റംസ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം? ബിഗ് ഇൻ സൈസ് അല്ലേ? വലിയ സൈസ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരിക.
അപ്പോൾ ഇത് കേടുപാടില്ലാണ്ട് നമുക്ക് പാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശ്രമകരമായ ഒരു ടാസ്ക്കാണ്. നമുക്കറിയാം, നമ്മൾ ടി വിയോ വീട്ടിലുള്ള ഗൃഹോപകരണ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കറിയാം അത് പാക്ക് ചെയ്ത് വരുന്ന രീതി. ഒരു പരിധി വരെ അതിന്റെ എഡ്ജസ് ഒന്നും കേടാവാത്ത രീതിയിൽ അവർ നല്ല രസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു രീതിയാണ് സാധാരണ എന്ത് ചെയ്യുക എല്ലാ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പാക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. കസ്റ്റമർ നമ്മളെ വിശ്വസിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സംഭവം ഓക്കെ ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന സ്ഥലത്തിലോട്ട് എത്തിച്ചു തരണേ, സേഫായിട്ട് തരണേ, പൊട്ടുന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുക ഈ സാധനങ്ങൾ തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, നമ്മൾ കൃത്യമായിട്ട് ഇതിനെ നന്നായിട്ട് പാക്ക് ചെയ്ത് ഒരു കേടുപാടും ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, കറക്റ്റ് കസ്റ്റമറിന്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം. ഒത്തിരി ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് നിങ്ങൾക്ക് കോട്ട് ചെയ്ത് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. പാക്കിംഗ് എങ്ങനെ വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. ഈവൻ നമ്മളിപ്പോൾ ഒരു ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ പോലും ഇവരുടെ പാക്കിംഗ് ഭയങ്കര രസമായിട്ടാണ്, അല്ലേ? ജസ്റ്റ് ഒരു മഴ സീസൺ ആണെങ്കിൽ വെള്ളം ഒന്നും അകത്ത് പോവാത്ത രീതിയിൽ അവർ നല്ല രസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, പാക്ക് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ എന്തെങ്കിലുമൊക്കെ ആണെച്ചാലും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് നന്നായിട്ട് പാക്ക് ചെയ്യും. തട്ടുകളൊന്നും ഷേക്കൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ലോജിസ്റ്റിക് കമ്പനിയിലും കീ ആക്ടിവിറ്റിയാണ് പാക്കേജിങ്. ദെൻ ലാസ്റ്റ് വൺ ഇൻഫർമേഷൻ. ഒരു കസ്റ്റമർ കെയർ സെന്റർ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൗണ്ടർ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാ ലോജിസ്റ്റിക് കമ്പനികളും ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് നമ്മുടെ മനസ്സിൽ വേണം. ഇൻഫർമേഷൻ. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളെ കയ്യിൽ ഒരു സാധനം എത്തിച്ചിരിക്കുക ഇവിടെ നിന്ന് ഒരു സ്ഥലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കസ്റ്റമറിന് ചിലപ്പോൾ കസ്റ്റമേഴ്സിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമുക്ക് ലോജിസ്റ്റിക് കമ്പനികൾക്ക് അറിയാം, ഓക്കെ നമ്മൾ പറഞ്ഞ സമയം കൃത്യമായിട്ട് നമ്മൾ പാലിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ കസ്റ്റമേഴ്സ് അങ്ങനെ ആയിരിക്കില്ല. കസ്റ്റമേഴ്സിന് വീണ്ടും ഒരു പേടി ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു സാധനം അയച്ചിട്ടുണ്ടായിരുന്നു, അവിടെ എത്തിയായിരുന്നോ, ഇപ്പൊ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഈ എവിടെ എത്തി, എവിടെയാണ് എന്നുള്ളതൊക്കെ കസ്റ്റമർ ഇൻഫർമേഷൻ കൗണ്ടറിലുള്ളവർക്ക് കൃത്യമായിട്ടും ഓഫീസിൽ അതിനുള്ള അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ പറഞ്ഞു, വാഹനത്തിന് വളരെ വെൽ കൺട്രോളിലായിരിക്കും എവിടെ ഉണ്ടാവുക, ഓഫീസിൽ നിന്ന് ഉണ്ടാവുക. യെസ്. അപ്പോൾ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കസ്റ്റമർ കെയർ പോയിന്റിൽ നിന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു മെയിൻ ആക്ടിവിറ്റിയാണ്. ഒത്തിരി സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും ഇപ്പൊ ഈ ഒരു കോൾ സെന്റേഴ്സ്. ക്ലിയർ? അപ്പൊ കോൾ സെന്റേഴ്സിലും ഇൻബൗണ്ട് കസ്റ്റമർ കെയർ, ഔട്ട് ബൗണ്ട് കസ്റ്റമർ കെയർ ഉണ്ട്. നോർമലി ഇതില് ചില സ്ഥാപനങ്ങൾ 2 കസ്റ്റമർ കെയർ ഉണ്ട്. ഇൻബൗണ്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരുത്തുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാരുണ്ടാവും ഔട്ട് ബൗണ്ട്, അങ്ങോട്ട് വിളിച്ച് കസ്റ്റമേഴ്സിനെ അറിയിക്കുന്ന ആൾക്കാർ. 2 രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെ നമുക്ക് പറയാം, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും, ഈ കാര്യങ്ങളെല്ലാം എഴുതാം. ഒരു കസ്റ്റമർ നമ്മളെ ഒന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് ആവശ്യമുള്ള വിവരങ്ങൾ കൃത്യസമയത്തിന് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം, കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. 2 രീതിയിൽ ആൾക്കാർ അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ടാവും. ഇൻബൗണ്ട് കസ്റ്റമർ കെയർ സെന്റേഴ്സ് ഒന്നും, അല്ലെങ്കിൽ ഇൻബൗണ്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഒന്നും, ഔട്ട് ബൗണ്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഒന്നും, അല്ലേ? അപ്പോൾ ഇവിടെ ഡ്യൂട്ടി എന്താ? ഇൻബൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന കോൾ എടുത്ത് മറുപടി കൊടുക്കുക ചോദ്യങ്ങൾക്ക്. യെസ്. കൊറിയർ റിക്വസ്റ്റ് കംപ്ലൈന്റ്, 3 ടൈപ്പ് ഓഫ് കോൾസ് എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. കൊറിയർ റിക്വസ്റ്റ് ആൻഡ് കംപ്ലൈൻറ്റ്സ്, അല്ലേ? ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരാം, എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാം, കംപ്ലൈന്റ് ചെയ്യാനാവാം. ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള മറുപടി കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ആർക്കുള്ളത്? ഇൻബൗണ്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സിനുള്ളത്. ക്ലിയർ? 3 തരത്തിലുള്ള കോൾസ്, കൊറിയർ റിക്വസ്റ്റ് ആൻഡ് കംപ്ലൈൻറ്റ്സ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കും. ക്ലിയർ? യെസ്. ദെൻ ഔട്ട് ബൗണ്ട് കസ്റ്റമർ കെയർ എന്താ? ഔട്ട് ബൗണ്ട് കസ്റ്റമർ കെയർ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് വിളിക്കുക. സപ്പോസ് ഇപ്പോൾ നമ്മുടെ സാധനങ്ങൾ അവിടെ ഡെലിവറി പോയിന്റിൽ എത്തിയിട്ടുണ്ട്, ഒരു കസ്റ്റമർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും എവിടെ നിന്നായിരിക്കും, ഇൻഫർമേഷൻ പോയിന്റിൽ നിന്നായിരിക്കും കസ്റ്റമറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. ക്ലിയർ? ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയുന്ന ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു SA ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരിക. ലോജിസ്റ്റിക് കമ്പനികളുടെ മേജർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ആക്ടിവിറ്റീസും ദെൻ ക്ലാസിഫിക്കേഷൻസും ആയിരുന്നു. 2 നമ്മൾ കവർ ചെയ്തു. നമ്മുടെ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 7ഓളം പ്രിൻസിപ്പിൾസ് ആണ് ബേസിക് ആയിട്ട് എല്ലാ ലോജിസ്റ്റിക് കമ്പനികളും ഫോളോ ചെയ്യുന്നത്. ദെൻ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ. അത് വളരെ സിമ്പിൾ ആണ്. 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്നും ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നും. ക്ലിയർ? അപ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ,
മെയിനായിട്ടും സപ്പോസ് ഒരു സപ്ലയർ ലോജിസ്റ്റിക് കമ്പനിയിൽ സാധനം എത്തിച്ചിട്ട് ലോജിസ്റ്റിക് കമ്പനി അവിടെ നിന്ന് കസ്റ്റമറിലോട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. നമ്മുടെ കമ്പനിയിലോട്ട് സാധനം വരിക, നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? വെയർ ഹൗസിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ക്ലിയർ? ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? നമ്മൾ സ്റ്റോർ ചെയ്ത സംഭവം ലോജിസ്റ്റിക് കമ്പനിയിൽ നിന്നും കസ്റ്റമറിലോട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക? ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. ക്ലിയർ? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നും ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നും. നമ്മൾ നേരത്തെ ഇൻഫർമേഷൻ ഏരിയക്കകത്ത് ആക്ടിവിറ്റീസിനകത്ത് ഇൻബൗണ്ട് കസ്റ്റമർ കെയർ, ഔട്ട് ബൗണ്ട് കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞതുപോലെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എങ്ങനെയാ? ഒരു രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും നമ്മുടെ കമ്പനിയിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ചില ആൾക്കാർ എന്ത് ചെയ്യും? സപ്ലയേഴ്സോ അല്ലെ കസ്റ്റമേഴ്സോ വന്ന് ലോജിസ്റ്റിക് കമ്പനിയിൽ വന്ന് വാങ്ങിയിട്ട് പോകും. ഇൻബൗണ്ട് ലോജിസ്റ്റിക് ആണെങ്കിൽ അവിടെ നിന്ന് സാധാരണ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? കസ്റ്റമറിലോട് സപ്ലൈ കാണത്തില്ല. അവരൊരു വെയർ ഹൗസിങ് ഉണ്ടാവണം, ഭംഗിയായിട്ട് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യേണ്ട ഒരു ഫെസിലിറ്റി ഉണ്ടാവണം. ഇതൊക്കെയാണ് കണ്ടീഷൻസ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഔട്ട് ബൗണ്ട്. ഔട്ട് ബൗണ്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഫൈനൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അവിടെ ഉണ്ടാവുക? ഈ സാധനം കൊണ്ട് കസ്റ്റമറിലോട്ട് എത്തിക്കുക എന്നൊരു പ്രോസസ് ആയിരിക്കും ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സിൽ ഉണ്ടാവുക. ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സിൽ മിക്കവാറും ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ഇൻബൗണ്ടിൽ അങ്ങനെയല്ല. ഇൻബൗണ്ടിൽ ഇപ്പോൾ സപ്പോസ് ഒരു മാനുഫാക്ചറർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒത്തിരി സാധനങ്ങൾ അവിടെ വന്ന് ഒരു മാനുഫാക്ചറേഴ്സ് ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും. ഓക്കെ, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. ദാറ്റ് ഈസ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് നമ്മൾ കസ്റ്റമറിലോട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക് ആക്ടിവിറ്റീസ് ആണ്. ക്ലിയർ? അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സജസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കാൻ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം ലോജിസ്റ്റിക്സിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ചാപ്റ്റർ 1 കണ്ടതുപോലെ ആ ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കുക. ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം ദെൻ ഹെഡിങ് ഇട്ട് പ്രിൻസിപ്പൽസ് ഹെഡിങ് നമ്മൾ ഈ പറഞ്ഞ 7 പോയിന്റ്സ് ആഡ് ചെയ്യുക. ഇൻ അഡീഷൻ ഇതിന്റെ കൂടെ നിങ്ങൾ ആഡപ്പ് ചെയ്യുക. ദെൻ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആക്ടിവിറ്റീസിലും ഏകദേശം 8 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ദെൻ ക്ലാസിഫിക്കേഷൻസ് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നും ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കൃത്യമായിട്ടും എന്ത് ചെയ്യാം? ഒരു കമന്റ് രൂപത്തിൽ നിങ്ങൾ ഇട്ട് തരിക. കൃത്യമായിട്ടും നമ്മുടെ ഓഫീസിൽ നിന്ന് സ്റ്റാഫുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള മറുപടി അതിനകത്ത് തരുന്നുണ്ടാവും. ഓക്കെ, അല്ലാതെ കമന്റ് ഇടുമ്പോൾ അതിന് ഗുഡ് ഓർ ബാഡ് എന്നല്ല ഞങ്ങൾ വിചാരിച്ചത്. റിയൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മെയിനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇന്ന പോയിന്റ് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അതിന്റെ സൈഡിൽ തന്നെ താഴെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ? ഈ രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും ഇഗ്നോ പഠിക്കുന്ന കുട്ടികൾക്കും ഇഗ്നോ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾക്കും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു ടോപ്പിക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കുക. വരുന്ന ദിവസം ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.